ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇന്നും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. സിലിക്കൺ വാലിയിലെ ടെക് ഭീമന്മാർ മുതൽ വൈറ്റ് ഹൌസിലെ നിർണായകമായ പദവികളിൽ വരെ ഇന്ത്യക്കാർ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത്രയേറെ ആഴമുള്ള ഒരു സൗഹൃദം നിലനിൽക്കുമ്പോഴും ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇന്ത്യയുടെ വളർച്ചയെ ഉറ്റുനോക്കുമ്പോൾ വരാനിരിക്കുന്ന ചില രാഷ്ട്രീയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് നടത്തിയ ഈ അധിക്ഷേപം ഇന്ത്യയുടെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ട്രംപിന് തെറ്റിയതാണോ അതോ ബോധപൂർവമായ അധിക്ഷേപമാണോ ഇതെന്ന ചർച്ചകൾ ആഗോളതലത്തിൽ തന്നെ നടക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ട്രംപിന്റെ അഹങ്കാരത്തിന് ഇന്ത്യ എങ്ങനെയാണ് മറുപടി നൽകിയത്? ഇതിന് പിന്നിലെ സത്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. സംഭവം തുടങ്ങുന്നത് ട്രംപിന്റെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ്. മൈക്കൽ സാവേജ് എന്നൊരു റേഡിയോ അവതാരകന്റെ വംശീയ വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ ട്രംപ് പങ്കുവെക്കുകയായിരുന്നു. ഇന്ത്യയും ചൈനയും അദ്ദേഹം വിശേഷിപ്പിച്ചത് നരക കുഴികൾ എന്നാണ്. കേൾക്കുമ്പോൾ ആർക്കും ഒന്ന് നെറ്റിച്ചുളിയും. ഇന്ത്യയിൽ കുടിയേറ്റക്കാർ അമേരിക്കയെ നശിപ്പിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന പരാതി. പ്രസവിക്കാൻ വേണ്ടി മാത്രം അമേരിക്കയിൽ എത്തുകയും അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നേടിയെടുത്ത പിന്നീട് കുടുംബത്തെ മുഴുവൻ ഇന്ത്യ എന്ന നരകക്കുഴിയിൽ നിന്നും അമേരിക്കയിലേക്ക് കടത്തുകയും ചെയ്യുന്നു എന്നാണ് ട്രംപിന്റെയും കൂട്ടരുടെയും ആരോപണം. ഇന്ത്യക്കാരെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ലാപ്ടോപ്പുകളുമായി എത്തുന്ന ഗുണ്ടാ സംഘങ്ങൾ എന്നാണ്. അമേരിക്കയുടെ IT മേഖലയും സമ്പദ് വ്യവസ്ഥയും താങ്ങി നിർത്തുന്നതിൽ ഇന്ന് ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ പങ്ക് ലോകം മുഴുവൻ അംഗീകരിക്കുമ്പോൾ അവരെ ഗുണ്ടാ സംഘങ്ങളോട് ഉപമിക്കുന്നത് ട്രംപിന്റെ വിവരക്കേടല്ലാതെ മറ്റെന്താണ്? ഗൂഗിളിന്റെയും മൈക്രോസോഫ്റ്റിന്റെയും തലപ്പത്ത് ഇന്ത്യക്കാർ ഇരുന്നില്ലെങ്കിൽ അമേരിക്കയുടെ സാങ്കേതിക മേഖല തന്നെ നിശ്ചലമാകുമെന്ന് അദ്ദേഹം മറന്നുപോയോ? ലോകത്ത് മറ്റൊരു രാജ്യവും ജന്മാവകാശ പൗരത്വം നൽകുന്നില്ലെന്നാണ് ട്രംപ് തട്ടിവിട്ടത്. എന്നാൽ കാനഡയും മെക്സിക്കോയും ഉൾപ്പെടെ 30ഓളം രാജ്യങ്ങളിൽ ഈ നിയമമുണ്ടെന്ന് മറ്റൊരു വസ്തുത. അറിവില്ലായ്മ വിളിച്ചു പറയുന്ന കാര്യത്തിൽ തനിക്ക് വലിയ മത്സരമൊന്നുമില്ലെന്ന് ട്രംപ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനോടുള്ള ഇന്ത്യയുടെ പ്രതികരണമാണ് ശരിക്കും ട്രംപിന് കിട്ടിയ തിരിച്ചടി. സാധാരണ ഇത്തരം അധിക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തലുകളിലേക്ക് നീങ്ങാറാണ് പതിവ്. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന് കീഴിലുള്ള ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കാണിച്ച നയതന്ത്ര പക്വത അപാരമാണ്. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വെറും 4 വാക്കുകളിലാണ് മറുപടി ഒതുക്കിയത്. ഞങ്ങൾ ചില റിപ്പോർട്ടുകൾ കണ്ടു, അത് അവിടെ വിടുന്നു എന്നായിരുന്നു ആ മറുപടി. അതായത്, നിങ്ങൾ എന്ത് വിളിച്ചു പറഞ്ഞോളൂ, നിങ്ങളെ പോലെയുള്ളവർക്ക് മറുപടി തരാൻ പോലും ഞങ്ങൾക്ക് സമയമില്ല എന്നൊരു മാസ് മറുപടി. അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യ ആർജിച്ചെടുത്ത കരുത്ത് ഈ 4 വാക്കുകളിൽ വ്യക്തമാണ്. അമേരിക്കൻ അധിക്ഷേപങ്ങളെ പുഞ്ചിരിയോടെ തള്ളിക്കളയാനുള്ള ആത്മവിശ്വാസം മോദി സർക്കാർ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നു. ഇന്ത്യയുടെ ഈ കടുപ്പത്തിലുള്ള പ്രതികരണം കണ്ടതോടെ അമേരിക്കൻ അധികൃതർ ശരിക്കും വിറച്ചുപോയി. ഉടനെ വന്നു ഡൽഹിയിലെ അമേരിക്കൻ എംബസിയുടെ വിശദീകരണം. അയ്യോ, ട്രംപ് അങ്ങനെ ഉദ്ദേശിച്ചതല്ല, ഇന്ത്യ ഒരു മികച്ച രാജ്യമാണ്, പ്രധാനമന്ത്രി മോദി ട്രംപിന്റെ വളരെ അടുത്ത സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞ് അവർ തടിയൂരാൻ നോക്കി. ആദ്യം അധിക്ഷേപിക്കുക, പിന്നീട് സംഗതി കൈവിട്ടു പോകുമെന്ന് കാണുമ്പോൾ ചെങ്ങാതിയാണെന്ന് പറഞ്ഞ് പിന്നാലെ വരിക. ഇതൊരു വല്ലാത്ത ഇരട്ടത്താപ്പാണ്. എങ്കിലും അമേരിക്കൻ എംബസിയെ കൊണ്ട് തന്നെ ഇന്ത്യ മഹത്തായ രാജ്യമാണെന്ന് തിരുത്തി പറയിപ്പിക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. ഇന്ത്യക്കാരെ ലാപ്ടോപ്പ് പിടിച്ച് ഗുണ്ടകൾ എന്ന് വിളിക്കുമ്പോൾ ട്രംപ് ഒരു കാര്യം മറന്നു പോകുന്നു. ആ ലാപ്ടോപ്പുകളിലാണ് ലോകത്തിന്റെ ഭാവി എഴുതപ്പെടുന്നത്. അമേരിക്കയിലെ ആശുപത്രികളിൽ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരിലും നാസയിലെ ശാസ്ത്രജ്ഞരിലും വലിയൊരു ഭാഗം ഈ നരകക്കുഴിയിൽ നിന്ന് വന്നവരാണ്. അവരില്ലെങ്കിൽ ട്രംപിന്റെ നാട് പല കാര്യങ്ങളിലും നിശ്ചലമായി പോകുമെന്ന് ആരെങ്കിലും അദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. മുൻപൊക്കെ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഇന്ത്യ ഉടനെ ഖേദം പ്രകടിപ്പിക്കുകയോ വിശദീകരണം നൽകുകയോ ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. മര്യാദയ്ക്ക് സംസാരിച്ചാൽ മര്യാദയ്ക്ക് തിരിച്ച് സംസാരിക്കും. ആർക്കും വന്ന് കൊട്ടാൻ കഴിയുന്ന ചെണ്ടയല്ല ഇന്ന് ഇന്ത്യ. അമേരിക്കൻ എംബസിയെ കൊണ്ട് നിർബന്ധപൂർവ്വം വിശദീകരണം നൽകിപ്പിച്ചത് മോദി സർക്കാർ ലോകവേദിയിൽ ഉണ്ടാക്കിയെടുത്ത ഭയം കലർന്ന ബഹുമാനം കൊണ്ടാണ്. 2020 അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി അദ്ദേഹം പ്രസംഗിച്ചത് ഓർമ്മയുണ്ടോ? അന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഒരു അത്ഭുതമാണെന്നും മോദി തന്റെ പ്രിയ സുഹൃത്താണെന്നുമാണ്. അന്ന് ഇന്ത്യയുടെ ഈ മര്യാദയും വളർച്ചയും കണ്ട് അമ്പരന്ന അതേ ട്രംപാണ് ഇന്ന് ഇന്ത്യയെ നരകക്കുഴി എന്ന് വിളിക്കുന്നത്. ഇതാണ് ട്രംപ് ശൈലി.
ആവശ്യം വരുമ്പോൾ പുകഴ്ത്തും, അല്ലാത്തപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അധിക്ഷേപിക്കും. സ്വന്തം നാട്ടിലെ ഒരു റേഡിയോ അവതാരകൻ എഴുതിയ അസംബന്ധം എടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു കാര്യം മറന്നുപോയി. ഇന്ത്യയെ പോലെ വലിയൊരു വിപണിയെയും സുഹൃത്തിനെയും പിണക്കിയാൽ അത് തനിക്ക് തന്നെയായിരിക്കും പണിയെന്ന് അമേരിക്കൻ എംബസി ഉടനെ ഓടി വന്ന വിശദീകരണം നൽകിയത് ഇതിന്റെ തെളിവാണ്. ട്രംപിന്റെ നാവ് പിഴയാണെന്ന് അവർക്ക് പറയേണ്ടി വന്നു. ഇന്ന് നരകം എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ നാളെ വോട്ട് ബാങ്കിന് വേണ്ടിയോ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഇന്ത്യയെ സ്വർഗം എന്ന് വിളിക്കാനും ട്രംപിന് ഒരു മടിയും ഉണ്ടാകില്ല. ഈ ആദർശമില്ലായ്മയും ഇരട്ടത്താപ്പിനെയും പരിഹസിച്ചുകൊണ്ടാണ് ഇന്ത്യ തന്റെ മറുപടി നൽകിയത്. ഇനി നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനപ്പുറം ഈ സംഭവം ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അഹങ്കാരം കൊണ്ട് കണ്ണു കാണാത്ത ഒരു വൻ ശക്തിയെ വെറും 4 വാക്കുകൾ കൊണ്ട് മുട്ടുകുത്തിക്കാൻ ഇന്ന് ഇന്ത്യക്ക് കഴിയുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇന്ത്യയെ നരകമെന്ന് വിളിക്കാൻ ശ്രമിച്ചവർക്ക് സ്വന്തം എംബസിയെ കൊണ്ട് തന്നെ ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണ് എന്ന് സർട്ടിഫിക്കറ്റ് നൽകിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നയതന്ത്ര വിജയം. സത്യത്തിൽ ട്രംപിനെ പോലെയുള്ള നേതാക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് മാറുന്ന ലോകത്തെ കുറിച്ച് ഒരു ധാരണയുമില്ല എന്നതാണ്. 1990കളിലെ ഇന്ത്യയാണ് ഇന്നും അദ്ദേഹം കാണുന്നത്. എന്നാൽ ചന്ദ്രന്റെ തെക്കേ ധ്രുവത്തിൽ പതാക നാട്ടിയ ലോകത്തിന്റെ ഡിജിറ്റൽ വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുന്ന ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ നവഭാരതത്തെ തൊട്ടുകളിക്കാൻ വന്നാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. അമേരിക്കൻ എംബസി വക്താവ് ക്രിസ്റ്റഫർ എൽംസ് ഓടി വന്ന വിശദീകരണം നൽകിയത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഇന്ത്യയെ പിണക്കിയാൽ അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ഭീമമായ നഷ്ടങ്ങളെ കുറിച്ച് അവർക്കുള്ള കൃത്യമായ ബോധ്യം കൊണ്ടാണ്. ഇനി ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആഗോള സ്വാധീനമാണ്. ട്രംപിനെ പോലെ ഒരു സ്ഥിരതയില്ലാത്ത നേതാവിനെ പോലും സുഹൃത്തെന്ന് വിളിക്കാൻ മോദിക്ക് കഴിയുന്നത് ഇന്ത്യയുടെ വില ലോകവേദിയിൽ അത്രമേൽ ഉയർന്നതുകൊണ്ടാണ്. അമേരിക്കൻ ഭരണകൂടത്തിന് പോലും ട്രംപിനെ തള്ളി പറയേണ്ടി വന്നു. തനിക്ക് നിലപാടുകളില്ല എന്ന് ട്രംപ് തെളിയിച്ചപ്പോൾ തന്റെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് ഭാരതം തെളിയിച്ചു. അതുകൊണ്ട് ഇന്ത്യയെ നരകം എന്ന് വിളിക്കുന്നവർ ഒന്ന് ഓർത്തു വെച്ചോളൂ. ഈ നരകത്തിൽ നിന്നുള്ള ബുദ്ധിജീവികൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ വൈറ്റ് ഹൗസ് പോലും ഇരുട്ടിലായി പോകും. ഇന്ത്യ നൽകിയ ഈ മറുപടി വെറുമൊരു പ്രതികരണമല്ല, മറിച്ച് വരാനിരിക്കുന്ന ദശകങ്ങൾ ഇന്ത്യയുടേതാണെന്ന ഉറച്ച പ്രഖ്യാപനമാണ്. ആരെയും അനാവശ്യമായി പ്രീണിപ്പിക്കാതെ രാജ്യത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന ഈ പുതിയ നയതന്ത്ര ശൈലി ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് ട്രംപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ ഇപ്പോൾ വെറുമൊരു രാജ്യമല്ല, അതൊരു ആഗോള ശക്തിയാണ്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ സ്വന്തം സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ കഴിയാത്തത് ട്രംപിന്റെ പരാജയമാണ്. ഇന്ത്യ നൽകിയ ചുട്ട മറുപടി വരും ദിവസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ട്രംപ് ഇത്രയും ബുദ്ധി ഇല്ലാത്ത ഒരാളാണോ? ഒരിക്കലുമല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി എന്നത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്. ട്രംപിന്റെ പോസ്റ്റും അതിന് പിന്നാലെ അമേരിക്കൻ എംബസി നൽകിയ ഈ വിശദീകരണവും ഒക്കെ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ലോകവേദിയിൽ നിന്ന് ഇന്ത്യയെ മാറ്റി നിർത്താനോ അപമാനിക്കാനോ ആർക്കും കഴിയില്ല. ഇന്ത്യ നരകമല്ല, മറിച്ച് പലർക്കും സ്വർഗത്തിലേക്കുള്ള വഴി തെളിയിക്കുന്ന വിളക്കാണെന്ന് തിരിച്ചറിയാൻ വൈകുന്നവർക്ക് ഇതുപോലെയുള്ള മറുപടികൾ ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.